ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കള്ളക്കടത്തിന് ഒരു പുതിയ രീതി കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് കള്ളക്കടത്ത് എന്ന പേര് മാറ്റി നിയമവിധേയമായി സ്വർണം കൊണ്ടുപോകുന്നു എന്ന ധാരണ വരുത്തി അതേസമയം കള്ളക്കടത്ത് ലോബി ഇത് തട്ടിയെടുക്കുകയും ചെയ്യാം. ഇതിനൊരു പുതിയൊരു രീതി അവലംബിച്ചത് പാവപ്പെട്ട പ്രവാസികളെ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ നാട്ടിലേക്ക് പോകാൻ വിമാന ടിക്കറ്റിന് കാശില്ലാതെ വളരെ ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്ന ഈ പ്രവാസികളെ ഇതിൻ്റെ തട്ടിപ്പിന് ഇരയാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട പ്രവാസി ഇതിൽ നിന്നും ഉണ്ടാക്കുന്നത് വിമാന ടിക്കറ്റും ഏതാനും രൂപകളും മാത്രമാണ്. അതേസമയം കള്ളക്കടത്ത് ലോബിക്ക് ഈ ഒരു നിയമവിധേയമായ സ്വർണം കിട്ടുകയും ചെയ്യുന്നു. ഇതിന് എത്രത്തോളം കസ്റ്റംസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഈ പാവപ്പെട്ട പ്രവാസികൾ ഇതിനുള്ള നികുതി അടച്ചാൽ ഈ നികുതി ഭാരം, അതായത് ഇത്രത്തോളം സമ്പത്ത് തനിക്കുണ്ട് എന്ന് ഔദ്യോഗികമായി അറിയിക്കുന്ന ഒരു വിധമാണ് ഈ നികുതി അടക്കൽ. ഈ നികുതി അടച്ചതോടുകൂടി ഈ പാവപ്പെട്ട പ്രവാസി വേറൊരു തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയാണ്. ആ പ്രതിസന്ധി എന്താണ്? ആ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിശകലനമാണ് അടുത്തത്. സ്വർണ്ണ കള്ളക്കടത്തിനെതിരെ നടപടികൾ ശക്തമാക്കിയപ്പോഴും സ്വർണ്ണക്കടത്തിൽ നിന്ന് ഇത്തരം ലോബികൾ ഒട്ടും പിറകോട്ട് പോയിട്ടില്ല. ഗൾഫിലെ മലയാളികളെ ഉപയോഗിച്ച് നിയമപരമായി നികുതി അടച്ച് 1 കിലോ സ്വർണം വീതമാണ് ഇവർ നാട്ടിലെത്തിക്കുന്നത്. സാമ്പത്തിക പ്രയാസവും കടബാധ്യത മൂലവും നാട്ടിൽ പോകാൻ കഴിയാതെ നിൽക്കുന്നവരെ കണ്ടെത്തിയാണ് സ്വർണം കടത്തുന്നത്. പ്രതിഫലമായി ഇവർക്ക് വിമാന ടിക്കറ്റും 50,000 മുതൽ 75,000 രൂപ വരെയും നൽകും. 1 കിലോ സ്വർണത്തിനൊപ്പം അതിനടക്കേണ്ട കസ്റ്റംസ് നികുതിയും ഇവർക്ക് നൽകും. തികച്ചും നിയമപരമായാണ് 1 കിലോ സ്വർണം കൊണ്ടുപോകുന്നതെങ്കിലും ഇതുമൂലമുള്ള ഭവിഷ്യത്തുകൾ അറിയാതെയാണ് ഭൂരിഭാഗം പേരും സ്വർണം കൊണ്ടുപോകുന്നത്. 1 കിലോ സ്വർണത്തിനുള്ള നികുതി അടക്കുന്നതോടെ സ്വർണം കൊണ്ടുപോകുന്നവൻ ഔദ്യോഗിക രേഖ പ്രകാരം ഏതാണ്ട് 30 ലക്ഷത്തിന്റെ ആസ്തിയുള്ളവനായി മാറും. സ്വാഭാവികമായും വെൽത്ത് ടാക്സ് നൽകാൻ ഇയാൾ ബാധ്യസ്ഥനാണ്. ഇൻകം ടാക്സിന്റെ നോട്ടീസ് ലഭിക്കുമ്പോഴാണ് സ്വർണം കൊണ്ടുപോയ പ്രവാസി കുരുക്കിൽപ്പെടുക. ഗൾഫിലെ സാമ്പത്തിക വിദഗ്ധനായ KV ഷംസുദ്ദീൻ ആ നോട്ടീസ് അയക്കുന്നത് ഈ കൊണ്ടുവന്ന വ്യക്തിക്ക് ഏകദേശം 30 ലക്ഷം ഉറുപ്പികയുടെ സ്വർണത്തിൻ്റെ ആസ്തി ഉണ്ട് എന്ന് നമ്മൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് വെൽത്ത് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞുള്ള നോട്ടീസാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ കയ്യിൽ 1 ഗ്രാം പോലും സ്വർണ്ണം ഇല്ലാത്തൊരവസ്ഥയിലാണ് 1 കിലോ സ്വർണത്തിൻ്റെ വില ഏകദേശം 30 ലക്ഷം ഉറുപ്പികയ്ക്കുള്ള വെൽത്ത് ടാക്സ് അടക്കണമെന്നുള്ള നോട്ടീസ് വരുന്ന അപ്പോഴാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും സാധിക്കാത്ത അവസ്ഥയാണ് പിന്നെ ഉണ്ടാകുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് ലോബിക്ക് വേണ്ടി സ്വർണം കടത്തുന്നവരും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കേസും മറ്റു നിയമപ്രശ്നങ്ങളും ഏത് സമയവും ഇവരെ തേടിയെത്താം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ സ്വർണ്ണക്കടത്തിന് പുതിയ രീതി അവലംബിച്ചതാണ്. ഇത് നേരത്തെ ഉണ്ടെങ്കിലും ഇപ്പോൾ സ്വർണ്ണക്കടത്ത് പിടികൂടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം രീതിയിലേക്ക് പോയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമപരമായ വിശകലനം എങ്ങനെയാണ്? സ്വർണത്തിന് ആഗോള വിപണിയിലുണ്ടായ വിലക്കയറ്റം കാരണം സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് സ്വർണം വിദേശ രാജ്യം ദുബായിൽ നിന്നായാലും സിംഗപ്പൂരിൽ നിന്നായാലും USA നിന്നായാലും സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഗ്ലോബൽ പ്രൈസിൽ ഉള്ള വ്യത്യാസം കാരണം കുറച്ച് ലാഭം ഈ കൊണ്ടുപോകുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ടാക്സ് കൊടുക്കാതെ കൊണ്ടുപോകുന്നവരുമുണ്ട്, ടാക്സ് കൊടുത്തു കൊണ്ടുപോകുന്നവരുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തു കൊണ്ടുപോകുന്നവരുമുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാതെ അത്രയും പൈസയും കൂടി ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ്റിനെ കളിപ്പിച്ച് അങ്ങനെ കള്ളക്കടത്ത് നടത്തുന്ന ആളുകളുമുണ്ട്. ഗവൺമെൻറ്റിന് ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള ഈ രൂപയുടെ മൂല്യം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായാലും സ്വർണത്തിൻ്റെ വില വളരെ കൂടുതൽ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായാലും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വളരെ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത് CAD എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയുടെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസാണ്. അപ്പോൾ അത് കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വർധനവ് വരുത്തുക വഴി CADയെ കുറച്ചു കൊണ്ടുവരാനാണ് നമ്മുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ശ്രമിച്ചത്. അങ്ങനെ 10% കസ്റ്റംസ് ഡ്യൂട്ടി ഉയർത്തിയിട്ട് പോലും ടൺ കണക്കിന് സ്വർണം 850 ടൺ സ്വർണ്ണമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് വിവിധ എയർപോർട്ടുകൾ വഴിയും മറ്റും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്വർണത്തിൻ്റെ ഇറക്കുമതി 500 ടണ്ണായിട്ട് കുറച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സെൻട്രൽ ബാങ്കും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ട് ഈ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത്. അങ്ങനെ 10% കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചപ്പോഴും ഈ സ്വർണം അവിടെ കൊണ്ടുപോകുമ്പോൾ വിലയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് സ്വർണ്ണ കച്ചവടക്കാർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾ ഇതിനു വേണ്ടി പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്.
അങ്ങനെ ഈ സാധനം 10 കിലോഗ്രാം സ്വർണം വരെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി അടച്ചിട്ട് നമ്മൾ സ്വർണം റിലീസ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. ആ സ്വർണം ഈ കൊണ്ടുപോകുന്ന കൊടുത്തയക്കുന്ന ആളുകൾ അവരുടെ ആൾക്കാരോട് എയർപോർട്ടിൽ വന്ന് ഒന്നുകിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം എനിക്ക് 10 കിലോ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോയതിന് ശേഷം എനിക്ക് ഈ സ്വർണം വിൽപ്പന സ്വാതന്ത്ര്യമുള്ള സ്വർണ്ണമാണ്, എനിക്കത് വിൽക്കാം. അങ്ങനെ വിൽക്കുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് രേഖയിൽ വന്നിട്ടുള്ള സ്വർണ്ണമാണ്. അങ്ങനെ ഇത് വിൽപ്പന നടത്തുമ്പോൾ എനിക്ക് ആ കിട്ടുന്ന പൈസ എൻ്റെ NRE അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മാർഗമില്ല. നേരെ മറിച്ച് എൻ്റെ NRO അക്കൗണ്ടിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഈ തുക എന്തായാലും ശരി തന്നെ കണക്കിൽപ്പെടുത്തേണ്ടതായിട്ട് വരും ഭാവിയിൽ. അപ്പം ഈ സാധാരണ 1000 ദിർഹംസിനോ 2000 ദിർഹംസിനോ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഇത്രത്തോളം വിലപിടിപ്പുള്ള ഒരു സാധനം എയർപോർട്ടിൽ ചെന്ന് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് ക്ലിയർ ചെയ്ത് പുറത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ അദ്ദേഹം അത്രയും സാധനം അവിടെ കൊണ്ടുപോയതായിട്ട് കണക്കിൽ വരുന്നുണ്ട്. ഇത് ഒരു പക്ഷേ അദ്ദേഹത്തിന് നാളെ ഇൻകം ടാക്സിൻ്റെയോ മറ്റോ പ്രശ്നം വന്നാൽ അത് കണക്കിൽ കാണിക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയം വേണ്ട. ചുരുക്കി പറഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്ത് ഇന്ന് സ്വർണം കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്, 10% ആണെങ്കിൽ പോലും. അപ്പം ഗവൺമെൻറ് ഇത് കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാന കാരണം സ്മഗ്ലേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. പുതിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള നിയമ വിശകലനമാണ് നാം ഇപ്പോൾ അറിഞ്ഞത്. ഇത് സംബന്ധിച്ച് സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന KV ഷംസുദ്ദീൻ്റെ അഭിപ്രായം. ഇത് വളരെയധികം റിസ്ക്കുള്ള ഒരു കാര്യമാണ്. അതിൽ റിസ്ക് എന്താണെന്നുള്ളത് ഒന്ന്, ഈ സ്വർണം നൽകുന്നത് പല തൽപര കക്ഷികളുടെ ഏജൻറ്റുമാരാണ്. യഥാർത്ഥത്തിൽ സ്വർണത്തിൻ്റെ ഉടമയല്ല ഈ വ്യക്തി കാണുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാൻ പറ്റാത്തവരും കടത്തിൽ മുങ്ങിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 50,000-ഓ 75,000-ഓ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു വലിയൊരു സംഖ്യയും, നാട്ടിൽ പോകാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് വലിയൊരു സൗകര്യവുമാണ്. ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ പാവപ്പെട്ട മനുഷ്യർ ഇതിന് തയ്യാറാവുന്നത്. ഇത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഇവർ കസ്റ്റംസ് ഓഫീസറോട് പറയുന്നു എൻ്റെ കയ്യിൽ 1 കിലോ സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞാൽ കസ്റ്റം ഓഫീസർ ഈ സാധനം വാങ്ങിക്കുന്നത് ഞാനാണ് കൊണ്ടുപോകുന്നതിൽ എൻ്റെ പേരിലായിരിക്കും. ഈ ഇൻഫോർമേഷൻ മുഴുവൻ കസ്റ്റം അധികാരികൾ ഇൻകം ടാക്സ് അധികാരികൾക്ക് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഇവരുടെ പേരിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് നോട്ടീസ് അയക്കും. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ആ നോട്ടീസ് അയക്കുന്നത് ഈ കൊണ്ടുവന്ന വ്യക്തിക്ക് ഏകദേശം 30 ലക്ഷം ഉറുപ്പികയുടെ സ്വർണത്തിൻ്റെ ആസ്തി ഉണ്ട് എന്ന് നമ്മൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് വെൽത്ത് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞുള്ള നോട്ടീസാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ കയ്യിൽ 1 ഗ്രാം പോലും സ്വർണ്ണം ഇല്ലാത്തൊരവസ്ഥയിലാണ് 1 കിലോ സ്വർണത്തിൻ്റെ വില ഏകദേശം 30 ലക്ഷം ഉറുപ്പികയ്ക്കുള്ള വെൽത്ത് ടാക്സ് അടക്കണമെന്നുള്ള നോട്ടീസ് വരുന്ന അപ്പോഴാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് നിരന്തരം ടാക്സ് കൊടുക്കേണ്ട നിർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാകും.